ആഹാ, അത് കൊള്ളാലോ. ബില്ലടയ്ക്കാതെ സാധനം എടുത്തോണ്ട് പോവോ? എക്സ്ക്യൂസ് മീ, ബില്ല് പേ ചെയ്യാതെ നിങ്ങൾ ഇതെടുത്ത് കുടിക്കുന്നത്? ഐ ആം സോ സോറി, എനിക്ക് ബില്ലടയ്ക്കാൻ പറ്റില്ല. ആ, അത് ശരി. അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാ. മനസ്സിലായി. നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലേ? കയ്യില് പൈസയും എക്സ്ക്യൂസ് മീ. ഇല്ല, എനിക്ക് മനസ്സിലായി. ചെറുതിലെ എനിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അടുത്തുള്ള കടയിൽ പോയിട്ട് ആ തേൻമിഠായി എടുത്ത് എങ്ങോട്ടേൽ ഓടിയാലോ എന്ന് തോന്നും. പക്ഷെ കട്ടെടുക്കുന്നത് തെറ്റല്ലേ? എനിക്ക് നിങ്ങൾ മനസ്സിലാവും. പക്ഷേ ഈ കുടിച്ചതിന് പൈസ അടയ്ക്കാതെ പോവാൻ സമ്മതിക്കില്ല. കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ഈ പൈസ അടച്ചേനെ. പക്ഷെ എന്റെ കയ്യിലും പൈസ ഇല്ലെന്നേ. ഞാനാണെങ്കിൽ ഇന്ന് ഇവിടെ ജോലിക്ക് കയറിയത്. പക്ഷേ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എന്റെ മാനേജറോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ തന്നെ നല്ലൊരു ജോലി വാങ്ങിത്തരാം. വാ, ഇപ്പൊ തന്നെ സംസാരിക്കാം. വാ. നീ എന്താ ചെയ്യുന്നത്? ഇയാൾ എങ്ങോട്ടാ കൂടിക്കൊണ്ട് പോകുന്നത്? അത് സർ, ഞാൻ സാറിന്റെ അടുത്തേക്ക് വരികയായിരുന്നു. പാവം, ഇയാളുടെ അടുത്ത് പൈസ ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ സാറിനോട് പറഞ്ഞ് ഈ മോളില് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കാൻ വന്നതാ. മീര, ഇദ്ദേഹത്തിന് ഞാൻ ഇവിടെ എങ്ങനെ ജോലി കൊടുക്കും? അതെന്താ ചേർക്കാൻ പറ്റാത്ത? ഇയാൾ നല്ലൊരു മനുഷ്യനല്ലേ, കാണാനും നല്ല ഡീസന്റാ. ഇത്രയും വലിയ മോളില് എന്തെങ്കിലും കുഞ്ഞു ജോലികൾ ഇല്ലാതിരിക്കോ? നീ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത്. ഇതിന്റെ ഓണർ ഞാൻ എങ്ങനെ ജോലിക്കാരനായി എടുക്കുക? എന്താ? അതെ, ഇദ്ദേഹമാണ് മാധവ് മേനോൻ. ഈ മാളിന്റെ ഓണർ തന്നെ ഇദ്ദേഹം.